മന്ത്രി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നതിന് പേരിൽ ഡിവൈഎഫ്ഐയുടെ ഒരു അതിഗംഭീരമായൊരു സമരം നടന്നു. അതൊന്ന് കണ്ടു നോക്കിയാലോ. മരുമക്കളെ പരമ്പരാഗതമായിട്ടുള്ള പാചക വഴികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായി അമ്മായിയമ്മമാർ മാറണമെന്നുള്ള രീതിയിലൊരു പരാമർശം. ഈ കേരളത്തിനകത്തുള്ള അമ്മായിമ്മമാരെല്ലാം മരുമക്കളെ അവരുടെ പാചക വിദ്യകൾ പഠിപ്പിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളാകെ തന്നെ വിവിധ തരത്തിൽ വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ട ഗതികേടുണ്ടായിരുന്ന സ്ത്രീകൾ അതിൽ നിന്നും വലിയ പോരാട്ടം നടത്തിയതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിനകത്തെ പൊതു ഇടങ്ങളിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്തിനകത്തുള്ളത്. എന്നാൽ അങ്ങനെ കടന്നു വരേണ്ടവരല്ലെന്നും വീണ്ടും അടുക്കളയിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകേണ്ടവരാണ്, അടുക്കളയിലെ പാചകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരാണ് എന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക്, കേരളത്തിന്റെ മുഖത്തെയാകെ പിരിച്ചുവിടുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശം ഉണ്ടാവുകയാണ്. കേരളത്തിനകത്തെ സ്ത്രീകൾ അടുക്കളയിലെ അടുക്കളക്കാരെ മാത്രം നോക്കിയിരിക്കേണ്ടവരാണോ? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മരുമക്കൾ അമ്മായിമ്മമാരുടെ പാചക വിദ്യകൾ, അവരുടെ പാചകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് അടുക്കളയിൽ പാചകം ചെയ്യേണ്ടത്, അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടത് സ്ത്രീകളാണ് എന്ന കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യണമെന്ന് ചെറിയ കുട്ടികൾ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിനകത്ത് അങ്ങനെ ചിന്തിക്കാൻ കഴിയാതെ പോയത് എന്നതാണ് ഡിവൈഎഫ്ഐക്ക് ചോദിക്കാൻ. സമരം നടത്താൻ ഇപ്പോൾ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സമരം നടത്തുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊരു സമരം, അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ, എല്ലാത്ത ആദ്യം